കുറച്ച് ഭക്തിമാർഗത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് പോകും. ആക്ച്വലി സ്പീക്കിംഗ് ഇതിൽ വേറൊരു ദുരുദ്ദേശം കൂടെ ഉണ്ട്, അത് നമുക്ക് വഴിയേ പറയാം. അങ്ങനെ നമ്മള് നേരെ അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ തൊട്ട് തിരിച്ചു. പണ്ട് ഏറ്റവും കൂടുതൽ ഉത്സവ പറമ്പുകളിൽ പോവാനും ഓച്ചിറ അമ്പലത്തിൽ പോകാനും ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ: വള, ക്ലിപ്പ്, സ്ലൈഡ്, ബുഷ്, ടോയ്സ്, പിന്നെ നമ്മുടെ നെയിൽ പോളിഷ് അഥവാ നമ്മുടെയൊക്കെ ക്യൂടെക്സ്. ഇപ്പോഴല്ലേ ഈ നെയിൽ പോളിഷ് ഒക്കെ വന്നേ, പണ്ടൊക്കെ നമുക്ക് ക്യൂടെക്സ് ആയിരുന്നു. സ്റ്റിൽ ഉത്സവ പറമ്പുകളിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി എടുക്കുന്നത് ഒരു കൗതുകം തന്നെ. അവിടുന്ന് ആവശ്യമുള്ളതെല്ലാം പെറുക്കി എടുത്തിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ദുരുദ്ദേശം. മോമോസ് തിന്നാനുള്ള ക്രേവിങ്സ് കാരണം എത്തിച്ചേർന്നതാണ് ഇവിടെ. മോമോസിന് വേണ്ടിയാ വന്നെങ്കിലും ആദ്യം തന്നെ നമ്മളൊരു പാനിപ്പൂരി പറഞ്ഞു. ആക്ച്വലി ഞാനൊരു പാനിപ്പൂരി ഫാനാണ്, പക്ഷെ എന്റെ കൂട്ടത്തിലുള്ള ആർക്കും അത് ഇഷ്ടമല്ലാത്ത കാരണം എനിക്ക് അങ്ങനെ എല്ലായിടത്തുനിന്നും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. മോസ്റ്റ്ലി ട്രൈ ചെയ്യുന്നതെല്ലാം ഫ്ലോപ്പ് ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അടിപൊളി സാധനമായിരുന്നു. അങ്ങനെ നമ്മുടെ സുഡുസുഡ മോമോസ് വന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. കൊതി വിട്ട് നോക്കിയിരിക്കുന്നുണ്ടല്ലേ ബ്ലഡി ഫുൾസ്. ആക്രാന്തം തീരെ ഇല്ലാത്തതുകൊണ്ടും ചൂട് തീരെ ഇല്ലാത്തത് കൊണ്ടും അണ്ണാക്ക് മുഴുവൻ പൊള്ളിയാണ് വീട്ടിലേക്ക് തിരിച്ചു. നിങ്ങളൊരു മോമോസ് ലവർ ആണെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ മോമോ സെന്റർ. ആൻഡ് ലൊക്കേഷൻ വരുന്നത് ഓച്ചിറ അമ്പലത്തിൽ നിന്ന് നേരെ വന്നിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഷോപ്പ് വരുന്നത്. ആൻഡ് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസുമാണ്. തിരുമ്പി നമ്മൾ ബസ്സൊക്കെ പിടിച്ച് കരുനാഗപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ടക്ടർ ഒരു സുന്ദരനായതുകൊണ്ട് ID കാർഡ് സ്കാൻ ചെയ്യാൻ പല വിധത്തിൽ ശ്രമിച്ചു, എന്നിട്ട് കണ്ടില്ല എന്നാണ് ആ പറയുന്നത്. നമ്മൾ ഏച്ചി പെൺകുട്ടികൾ. അപ്പോ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. സന്ധിക്കും വരേക്കും വണക്കം. ബൈ.